2-3 വർഷങ്ങൾക്കിടയിൽ മലയാള സിനിമയിൽ നിന്ന് വന്നിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സിനിമയാണ് ഫാലിമി. ജഗദീഷും മഞ്ജു പിള്ളയും സന്ദീപും ബേസിൽ ജോസഫും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായ സിനിമ വളരെ പ്രത്യേകതയുള്ള കഥാസാഹചര്യങ്ങളും കഥാവഴികളും ഒക്കെയുള്ളൊരു സിനിമയായിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തത് നിതീഷാണ്. നിതീഷിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു ഫാലിമി. ഫാലിമിയുടെ വിജയത്തിന് ശേഷം അദ്ദേഹം മലയാളത്തിലല്ല അടുത്ത സിനിമ ചെയ്തത്, തമിഴിലാണ്. എന്നാൽ രണ്ടാമത്തെ മലയാള ചിത്രം ഏതായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആദ്യം തന്നെ വന്നിരുന്നു. നമ്മുടെ മമ്മൂക്കയെ നായകനാക്കി ഒരുക്കുന്ന ഒരു വലിയ ചിത്രമായിരിക്കും അതെന്ന് കേട്ടിരുന്നു. പിന്നീട് മമ്മൂക്കയ്ക്ക് അസുഖവും മറ്റുമായി അദ്ദേഹം വിശ്രമത്തിലേക്ക് മാറിയതിനാൽ ആ ചിത്രം നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതീഷ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടിയും 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിരിക്കും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയെന്നും മമ്മൂട്ടി ഒരു ഗാങ്സ്റ്ററിന്റെ വേഷത്തിലാണ് എത്തുകയെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. ആ ചെറിയ പെൺകുട്ടി അല്ലാതെ മറ്റൊരു സ്ത്രീ കഥാപാത്രം സിനിമയിൽ ഉണ്ടാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയായിരിക്കും ചിത്രം നിർമ്മിക്കുക. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. മമ്മൂട്ടി കമ്പനി ഏറ്റവും കൂടുതൽ പണം മുടക്കിയ സിനിമകൾ ടെർബോയും അതുപോലെ കണ്ണൂർ സ്ക്വാഡുമായിരുന്നു. ഇതിനേക്കാൾ ബഡ്ജറ്റിലായിരിക്കും നിതീഷ് സഹദേവ് ചിത്രം വരിക എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടുകളൊക്കെ. സിനിമയെക്കുറിച്ച് മറ്റ് വിവരങ്ങൾ ലഭ്യമല്ല. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ രാജമാണിക്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് ട്രിവാൻഡ്രം സ്ലാങ് ആയിരുന്നു. ഒരു പക്ഷേ നിതീഷ് സഹദേവ് ചിത്രത്തിലും ട്രിവാൻഡ്രത്തുകാരനായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജമാണിക്യത്തിന് ശേഷം ത്രൂ ഔട്ട് ട്രിവാൻഡ്രം സ്ലാങ് ഉപയോഗിക്കുന്ന നായക കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തുന്നതെങ്കിൽ അത് മറ്റൊരു പ്രതീക്ഷയാണ്. മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന കൊമേഴ്സ്യൽ സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമായി നിതീഷ് സഹദേവ് ചിത്രം മാറിയിരിക്കുകയാണ്. 2026 ചിത്രീകരണം തുടങ്ങി തിയേറ്ററിൽ എത്തുമെന്ന് കരുതുന്ന മമ്മൂട്ടി കമ്പനി ചിത്രമാണ് നിതീഷ് സഹദേവിന്റേത്.